ഇത് ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന തന്നെയാ. സംസാരം കണ്ടിട്ട് ഇതത് തന്നെ. അലിന്റെ പുരക്കാര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അവള് ക്രിസ്ത്യാനിയല്ലേ? ഞാൻ നൂറ്റാണ്ടാണ് ജീവിക്കുന്നത്, വർഗീയവാദി. ഒരു ചവിട്ട അങ്ങോട്ട് വെച്ചിരിക്കും. നിന്റെ കാര്യമില്ല പറഞ്ഞേ. ഓന്റെ പുരക്കാര് സമ്മതിക്കൂലെന്ന്. ഓന്റെ ഒരു അലക്കമ്മല വർത്താനം. നമുക്കിടയിൽ ഒരു മുഖവരയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കാര്യം പറയും. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. സൈറാബാനുവിനെ അറിയില്ലേ? ഞങ്ങളുടെ വെളിമുക്ക് പാലിയേറ്റീവിൻ്റെ വോളണ്ടിയർ. കണ്ടിട്ടുണ്ടാവും. അലിക്ക് അറിയാം. അലി സംസാരിച്ചിട്ടുണ്ടോ അവളോട്? ആ, മനസ്സിലായി. അവളെന്നോടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിരുന്നു. അവളൊരു ഓർഫനാ. ഇവിടുത്തെ അഗതി മന്ദിരത്തിലാ പഠിച്ചതും വളർന്നതൊക്കെ. അവൾ നന്നായിട്ട് പഠിക്കും. +2 എല്ലാ വിഷയത്തിനും A+ ആയിരുന്നു. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം. അതിനുവേണ്ടി അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫാറൂഖ് കോളേജിലാണ് പഠിച്ചത്. അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ച് നോക്കാം. അയ്യോ, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. പിന്നെ അവൾക്ക് അലിയെ ഇഷ്ടമാണ്. അലിയെ വിവാഹം കഴിക്കാനാണ് അവൾക്ക് ആഗ്രഹം. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? അവളൊരു ഓർഫനാണെന്നുള്ളത് ഒരു കുറവാവുന്ന എങ്ങനെ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരാളുടെ കുറവെന്ന് പറയുന്നത് അവരുടെ അജ്ഞതയാ. അങ്ങനെയാവുമ്പോൾ അവർ വലിയ സമ്പന്നയല്ലേ? നല്ല വിദ്യാഭ്യാസമുണ്ട്, അതിനനുസരിച്ചുള്ള പക്വതയുണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് എന്നെപ്പോലൊരാളെ ഇഷ്ടമാവുന്നത്. അപ്പൊ അലിക്ക് അവൾ ഇഷ്ടമാണ്. അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ വിളിക്കാം. ഭാനു, അല്ല, വാ വാ. ഞാനാ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. വാ വാ വേണ്ട വാ വേണ്ട വാ വേണ്ട. വാ വാ. ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഇഷ്ടായോ? എനിക്ക് ഇഷ്ടായോ? അപ്പൊ ഞാൻ പോട്ടെ. ഞാൻ ഇവിടെ വിട് വിട് വിട്. ഞാൻ പോട്ടെ. ഇങ്ങോട്ട് വാ. ഈ പച്ചക്കറികളുടെ മുഴുപ്പും ഭംഗിയും കണ്ട് വീണു പോകരുത്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികൾ വാങ്ങും മുമ്പ് 2 വട്ടം ആലോചിക്കണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. മേട്ടുപ്പാളയത്തിലും നീലഗിരിയിലും കൃഷി ചെയ്യുന്ന ക്യാബേജ്, കോളിഫ്ലവർ കുളിപ്പിച്ചാണ് വളർത്തുന്നത്. പ്രയോഗം രൂക്ഷമാണ്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നത് കലാപങ്ങൾ കീടനാശിനികളുടെ മണ്ണിൽ കലർത്തുകയാണ്. ചുവന്ന തൊലിയുള്ള വാഴപ്പഴത്തിലും രാസപ്രയോഗം അനുവദനീയമായ അളവിൽ വളരെ കൂടുതലാണ്. പോളി ഹൗസുകളിൽ കൃഷി ചെയ്യുന്ന സാലഡ്, വെള്ളരി, ക്യാപ്സിക്കം തുടങ്ങിയ എല്ലായിലും പച്ചക്കറികളും പഴങ്ങളും കത്തിരിക്ക, വഴുതനങ്ങ എന്നിവയും വിഷലിപ്തമാണ്.
നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കൂടുന്ന ഓട്ടിസം അടക്കമുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇത് മൊത്തം ഗൈനക്കോളജിക്കൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി, എടാ അലി, ഇതെല്ലാം തന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മൊബൈൽ ഷോപ്പ് മാത്രമായിട്ടൊന്ന് ഉഷാറാക്കിയാലോ? ഇവിടെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത് പുതിയ മോഡൽ ഫോണും അതിൻ്റെ ആക്സസറീസും എല്ലാം കൂടി. എന്താ എൻ്റെ അഭിപ്രായം? മൊബൈൽ ഷോപ്പ് മാത്രമായിട്ട് ശരിയാവാത്തോണ്ടല്ലേ നമ്മളെല്ലാം കൂടെ ആക്കിയത്. അതല്ലടാ, നമ്മളെ നാടൊക്കെ എത്രയോ ഡെവലപ്പായി വരല്ലേ. നമ്മൾ രണ്ടും കൽപ്പിച്ചൊന്ന് തുടങ്ങി നോക്കാം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മളിപ്പോൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരം ഉണ്ടാവണത് നല്ലതല്ലേ? പണ്ടൊക്കെ വയറ് നിറയെ കഴിക്കാനില്ലേലും നല്ല നല്ല ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചിരുന്നത്. വാഴക്കൂമ്പ്, ചേന, ചേമ്പ് എന്നിങ്ങനെ. പക്ഷെ ഇന്നിങ്ങനെയല്ല. വയറ് നിറയെ കഴിക്കാനുണ്ട്, പക്ഷേ പോഷക ഗുണമുള്ള ഒന്നുമില്ല. എന്തൊക്കെ അസുഖങ്ങളായിരുന്നു. ഈ എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്കൊരു ഫാം തുടങ്ങിയാലോ? ഓർഗാനിക് വെജിറ്റബിളിൻ്റെ ഫാമോ? എടാ അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? അതിനെന്താക്കൂ? അതാവും. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സർക്കാർ എന്തെങ്കിലും ലോണൊക്കെ തരും. അതുണ്ട്, സർക്കാരിന്റെ ഹരിത പദ്ധതിന്നോ അങ്ങനെ എന്തോ ഉണ്ട്. അതെങ്ങനെ കിട്ടുക? അത് അക്ഷയ വഴി അപേക്ഷിക്കലാന്നാ തോന്നുന്നത്. ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ. എന്നാ നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആയിക്കോട്ടെ. എടാ ചങ്ങായി, ഈ അയിമൊന്ന് കൈയെടുക്ക്. അന്റെ തടി മുഴുവൻ അയിമ കൊണ്ടുപോയി വെച്ചിട്ട്. കുട്ടി കാണാൻ ഉഷാറാന്നാ അവൻ്റെ കൂട്ടുകാരൊക്കെ പറയണത്. എത്തിയും കുട്ടിയായാലിപ്പം എന്താ? എത്തിയും കുട്ടിയെ കെട്ടുന്ന പുണ്യല്ലേ? അതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഓനക്ക് ഇഷ്ടപ്പെട്ട ഏത് കുട്ടിയായാലും ഞങ്ങൾക്ക് സ്വീകാര്യ. അല്ലമ്മാ? ഓനെങ്ങനെങ്കിലും കല്യാണം കഴിച്ച് കണ്ടാ മതി. ആ ഇതാ വന്നല്ലോ. എന്തായിരുന്നു നേരം വൈകിയേ? കടയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അലേ, ഞങ്ങൾ എൻ്റെ കല്യാണക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പെട്ടെന്നങ്ങ് നടത്തിയാലോ? എന്താ എൻ്റെ അഭിപ്രായം? പെട്ടെന്നൊന്നും നടത്താൻ പറ്റൂല. അവള് പഠിക്കല്ലേ. കോഴ്സ് കഴിയാൻ 6 മാസമെങ്കിലും എടുക്കും. എന്നാ പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞോട്ടെ. അതിനു മുമ്പേ അതൊന്ന് ഉറപ്പിച്ചു വെക്കാം. എന്താ പാത എൻ്റെ അഭിപ്രായം? അതെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞപ്പോണൊക്കെ ചെയ്യാം. നീ അങ്ങാടിയിൽ കണ്ട പാത? ഉണ്ട്. ചോറയക്കുന്ന ചോറ് നിന്നിട്ട് പോവാം. ചോറൊന്നും വേണ്ടെന്ന്. എന്നാ ഫാദ ഈ കഴിച്ചോ? വേണ്ടമ്മ, പൊരയിലുണ്ട്. അത് വെറുതെ പോവും. എന്നാ പിന്നെ ഞാൻ പോട്ടടാ. സതീശ അവിടെ പോയി കിടക്കുക. ഓനോടൊരു കാര്യം ഏൽപ്പിച്ചാൽ മര്യാദക്ക് ചെയ്യൂല. വയസ്സ് 40-40 ഇപ്പോഴും അവന് കുട്ടിക്കളി മാറിയിട്ടില്ല. ഞാൻ സതീശനെ കണ്ടിന്യോ? ഇല്ല. അവൻ ഗ്യാസും കുറ്റി മാറ്റാന്ന് പറഞ്ഞ് വന്നില്ല. ചോറെടുത്ത് വെക്കട്ടെ എനിക്ക്? വേണ്ടമ്മ, ഞാൻ കഴിച്ചതാ. വേറെന്തേലും വേണോ? വേണ്ട, ഉമ്മ കിടന്നോളി.